ഒരു കൂട്ടം നല്ല നല്ല ആളുകൾ, മലയാളികൾ, ജാടയില്ലാത്ത ആളുകളെ കാണാനായിട്ട് ഈ അസോസിയേഷനിൽ വന്നപ്പോൾ എനിക്ക് സാധിച്ചു. എല്ലാവർക്കും മിങ്കിൾ ചെയ്ത് വളരെ സന്തോഷത്തോടുകൂടി പരസ്പരം വരികയും സംസാരിക്കുകയും മുൻപോട്ട് വന്നിട്ട് എന്തുണ്ട് എന്ന് ചോദിക്കുകയും ചെയ്യുന്ന ഒരു കൂട്ടം ആളുകളെയാണ് ഈ മീറ്റിംഗിൽ കാണുവാനായിട്ട് എനിക്ക് സാധിച്ചത്. ഐ എം സോ ഹാപ്പി. പറഞ്ഞ പോലെ തന്നെ എൻ്റെ ഹസ്ബൻഡ് റിട്ടയർ ആണ്. ഹി ഹെൽപ് മീ എ ലോട്ട് അറ്റ് ഹോം. മറ്റൊക്കെ പറഞ്ഞ പോലെ തന്നെ ഈ റിട്ടയർമെന്റ് ടൈം എന്ന് പറയുന്നത് എൻജോയ് ചെയ്യുവാനായിട്ടുള്ള സമയമാണ്. കുറച്ചുകൂടെ കൂടുതലായിട്ട് അവർക്ക് ഹെൽത്തിനെ ഫോക്കസ് ചെയ്യുവാനായിട്ടും അതുപോലെ തന്നെ അവർക്ക് നമുക്ക് ഈ ജോലിയൊക്കെ നമുക്കറിയാം, കുഞ്ഞുങ്ങളും ഒക്കെ ഫാമിലിയും ഒക്കെ ആയിട്ട് നടന്നിരുന്ന കാലങ്ങളുണ്ട്. അപ്പം ഇപ്പൊ അവർക്ക് റെസ്റ്റ് എടുക്കാനും കൂടുതൽ അവരെ തന്നെ പ്രയോജനമായിട്ടും ചെയ്യുന്ന ഒരു ടൈമാണ്. അതുകൊണ്ട് എല്ലാ റിട്ടയറീസിനും എല്ലാ മംഗളും. അതുപോലെ തന്നെ ഈ അസോസിയേഷന് സ്ത്രീകൾ വളരെ കുറവാണ്. അതിന് ഓൺലി മൈ പീസ് പുള്ളിക്കാരി മാത്രമേ, എനിക്കറിയത്തില്ല എനിബഡി എൽസ് പാർട്ടിസിപ്പേറ്റ്. പക്ഷേ കുറച്ചുകൂടെ ഈ ബെനഫിറ്റ്സിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മറ്റുള്ള പൊതുജനത്തിന് ഒരു എഡ്യൂക്കേഷനായിട്ട് ഒരു സെമിനാറോ എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ആളുകളെ നിങ്ങൾ വഴി അവർക്ക് ഒരു എന്തെങ്കിലും ഒരു കോൺട്രിബ്യൂഷൻ ഈ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി ചെയ്യുവാനായിട്ട്, എസ്പെഷ്യലി മലയാളി കമ്മ്യൂണിറ്റീസ്, യു നോ ദാറ്റ് ലോട്ട് ഓഫ് സ്മാർട്ട് വിമൻ ഔട്ട് ദെയർ. അവരെ കൂടെ ഒക്കെ കുറച്ചുകൂടെ ഒക്കെ ഇതുപോലുള്ള മേഖലകളിലേക്ക് കൊണ്ടുവരുവാനായിട്ട് നിങ്ങൾ ശ്രമിക്കേണ്ടതുണ്ട്. പിന്നെ എനിക്ക് ഒരാളെ പ്രത്യേകിച്ചൊന്ന് ഒരു കാര്യം പറയാനുണ്ട്. ഐ ഓൾസോ വർക്ക് ഫോർ ലോ എൻഫോഴ്സ്മെന്റ്. ഐ വർക്ക് ആസ് എ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ, ഹെൽത്ത് അഡ്മിനിസ്ട്രേറ്റർ ഫോർ വൺ ഓഫ് ദ പ്രിസൺ സിസ്റ്റംസ്. ഓൾമോസ്റ്റ് 2000 ഇൻമേറ്റ്സ് ഉള്ള പ്രിസൺ സിസ്റ്റത്തിലാണ് ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്നത്. അതിന് എനിക്ക് ഏറ്റവും കൂടുതൽ പ്രയോജനം തരുന്നത് റിൻസ്റ്റാനാണ്. ഞാൻ എപ്പോഴും ഒരിക്കലും ഞാൻ മറക്കത്തില്ല. അതാണ് എൻ്റെ ആ ഒരു മോട്ടീവ്. ഞാൻ എപ്പോഴും ഓർക്കുമായിരുന്നു. ഒരു ദിവസം ഡ്രസ്സപ്പ് ഒക്കെ ചെയ്ത് വന്നിട്ട് ആ തോക്കൊക്കെ പോക്കറ്റിലിട്ട് വന്നപ്പോൾ ഞാൻ ആദ്യമായിട്ട് തോക്കൊന്ന് തൊട്ട് നോക്കുന്നത് റിൻസ്റ്റാന്റെ ആ ഒരു സമീപത്ത് നിന്നപ്പോഴാണ്. അതാണ് എനിക്ക് വളരെ പ്രചോദനം തന്നത്. അങ്ങനെയാണ് ഞാൻ ആ ഒരു എൻ്റെ ഒരു പ്രൊഫഷണൽ ഫീൽഡിൽ നിന്നൊന്ന് ഡൈവേർട്ട് ചെയ്തിട്ട് ഈ കറക്ഷൻസിലേക്ക് തിരിഞ്ഞത്. അതുകൊണ്ട് ഒരിക്കൽ കൂടി ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും മംഗളങ്ങൾ നേരുന്നു. താങ്ക് യു.